ഹായ്, വെൽക്കം ടു അക്യുഹീൽ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ ഉപകാരപ്രദമായ ഒരറിവാണ്. നമ്മുടെ ദിനചര്യകൾ പ്രത്യേക സമയങ്ങളിൽ ചെയ്യുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടുന്നതും, അതുപോലെ ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് അനുകൂലമായി വരാറുമുണ്ട്. അക്യുപഞ്ചറിൽ പ്രതിപാദിക്കുന്ന ഒരു തിയറിയാണ് ഓർഗൻ ക്ലോക്ക് തിയറി. ഈ അറിവ് പ്രകാരം ചില സമയങ്ങളിൽ ചില അവയവങ്ങൾ കൂടുതൽ ആക്റ്റീവായി നിലനിൽക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ നമ്മൾ അതിൻ്റെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, രാത്രി പകലിലേക്ക് വ്യാപിക്കുന്ന സമയം, അതായത് ബ്രഹ്മമുഹൂർത്തം 3 മണി മുതൽ 5 മണി വരെ. അതുപോലെ സൂര്യോദയത്തിന്റെ സമയം, ഭൂമിയിൽ കൂടുതൽ എനർജി സംഭരിക്കുന്നതായ സമയം, സൂര്യൻ കത്തി നിൽക്കുന്നതായ സമയം, സന്ധ്യാസമയം, വൈകുന്നേര സമയം, ഇങ്ങനെ പല സമയങ്ങളിലും പ്രകൃതി അതിൻ്റെതായ ഭ്രമണപഥത്തിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും പ്രത്യേക ഭ്രമണപഥത്തിലൂടെയുള്ള മാറ്റത്തിനനുസരിച്ച് രാവും പകലും ഒക്കെ മാറി മാറി വരുന്നു. ഈ സമയങ്ങളിൽ പ്രത്യേക എനർജി പ്രവഹിക്കുന്നു. ഇതുപോലെ തന്നെ ശരീരത്തിലും ചില സമയങ്ങൾ ചില ഓർഗനുകൾ കൂടുതൽ എനർജൈസായി കാണപ്പെടുന്നു. അക്യുപഞ്ചറിൽ പ്രതിപാദിക്കുന്ന ഈ തിയറി പ്രകാരം നമ്മുടെ ജീവിതക്രമം ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ ആരോഗ്യവും എനർജിയും ശരീരത്തിൽ ആവാഹിച്ചെടുക്കാവുന്നതും നമ്മുടെ ശരീരം ആരോഗ്യപ്രദമായി നിലനിർത്താൻ സഹായിക്കുന്നതുമാണ്. ഒരാളുടെ ദിനചര്യ ആരംഭിക്കുന്നത് പുലർക്കാലം മുതലാണ്, അതായത് പുലർച്ചെ 3 മണി മുതൽ 5 മണി വരെ. ഈ സമയത്തെ വേദങ്ങളിൽ ബ്രഹ്മമുഹൂർത്തമെന്നും പ്രാർത്ഥനയുടെ സമയമായിട്ടും അതുപോലെ ഡിവൈൻ പവറിനോട് കൂടുതൽ അടുത്തു നിൽക്കാൻ കഴിയുന്ന സമയമായിട്ടൊക്കെ പരിഗണിക്കാറുണ്ട്. 3 മണി മുതൽ 5 മണി വരെ നമ്മുടെ ഇന്റേണൽ ഓർഗനായ ലങ്സിന്റെ സമയമാണ്. ലങ്സിൽ കൂടുതൽ എനർജി പ്രവഹിക്കുന്ന സമയം ഈ സമയത്താണ്. ഈ സമയത്ത് ഭൂമിയിൽ ശുദ്ധവായു കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ സമയത്ത് ഉണർന്നിരിക്കുന്നവർക്ക് നല്ല ശുദ്ധവായു ശ്വസിക്കുവാനും അവരുടെ മനസ്സിന്റെയും ഹൃദയത്തിന്റെയും താളം ഒരേ നിലയിൽ ക്രമീകരിക്കാൻ സഹായിക്കുന്നതൊക്കെയാണ്. നമ്മുടെ ലങ്സിന്റെ പ്രവർത്തനം എന്താണ്? ശുദ്ധവായുവിനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ആ സമയത്ത് കൂടുതൽ വായു നമ്മൾ ശ്വസിക്കുമ്പോൾ, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശ പ്രവർത്തനങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആവുകയും കൂടുതൽ ഗുണങ്ങളും ശാരീരികപരമായും മാനസികപരമായും കൂടുതൽ ഗുണങ്ങൾ ലഭിക്കാൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നതാണ്. അതുപോലെ അടുത്ത സമയമാണ് രാവിലെ 5 മണി മുതൽ 7 മണി വരെ. ഈ സമയത്ത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്ന സമയമാണ്. ഇതാണ് മലമൂത്ര വിസർജനത്തിനും ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാനും കൂടുതൽ അനുയോജ്യമായ സമയം. ഈ സമയത്ത് ആരോഗ്യം നിലനിൽക്കുന്ന ഒരാളിൽ സ്വാഭാവികമായി തന്നെ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നു. നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പ്രവർത്തനം എന്താണ്? അതിലേക്ക് എത്തുന്ന മാലിന്യങ്ങളെ പുറന്തള്ളലാണ്. അതുപോലെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയെ നിലനിർത്തലുമാണ്. ഈ കാര്യങ്ങൾ കൃത്യമായി സംഭവിക്കണമെങ്കിൽ ആ സമയത്ത് എലിമിനേഷൻ അത്യാവശ്യമാണ്. അതുപോലെ അടുത്ത സമയമാണ് രാവിലെ 7 മണി മുതൽ 9 മണി വരെ. ഈ സമയത്ത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ എനർജി കൂടുതൽ ആക്റ്റീവായി നിലനിൽക്കുന്ന സമയമാണ്. സ്റ്റൊമക്കിൻ്റെ പ്രവർത്തനം എന്താണ്? ഭക്ഷണത്തെ സ്റ്റോർ ചെയ്യുകയും അതിൽ നിന്ന് അല്പാൽപമായി ചെറുകുടലിലേക്ക് പ്രവഹിക്കുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ പ്രവർത്തനം. വായിൽ ഉമിനീർ ലയിച്ചുകൊണ്ട് വരുന്ന ഭക്ഷണം വായിൽ വെച്ചുകൊണ്ട് തന്നെ ആദ്യ ദഹനം നടക്കുകയും തുടർന്നുള്ള ദഹനങ്ങൾ സ്റ്റൊമക്കിൽ വെച്ച് നടക്കുന്നു. സ്റ്റൊമക്ക് എനർജറ്റിക് ആവുന്നത് മൂലം ദഹന പ്രക്രിയകൾക്ക് വേണ്ട ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കുകയും തന്മൂലം അത് ദഹനം നേർപ്പിച്ചുകൊണ്ട് ഭക്ഷണത്തെ നേർപ്പിച്ചുകൊണ്ട് ചെറുകുടലിലേക്ക് തള്ളിവിടാൻ സഹായിക്കുകയും ചെയ്യുന്നു. അടുത്ത സമയം 9 മണി മുതൽ 11 മണി വരെയുള്ള സമയമാണ്. ഈ സമയത്താണ് നമ്മുടെ ശരീരത്തിലെ സ്പ്ലീൻ കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്ന സമയം. സ്പ്ലീനിന്റെ പ്രവർത്തനം എന്താണ്? ഭക്ഷണത്തിൽ നിന്നും കിട്ടിയ എസൻസുകൾ രക്തത്തിന്റെ രൂപത്തിലാക്കുകയും രക്തവും നല്ല ക്വാളിറ്റിയുള്ള രക്തവും നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ നിലനിർത്താൻ സഹായിക്കുന്നതും സ്പ്ലീനാണ്. സ്പ്ലീൻ മികച്ചതാണെങ്കിൽ ശരീരത്തിൽ കൂടുതൽ ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിർത്താൻ സഹായിക്കുന്നതാണ്. അടുത്ത സമയമാണ് ഉച്ചയ്ക്ക് 11 മണി മുതൽ 1 മണി വരെയുള്ള സമയം.
ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ പ്രകൃതിയിൽ സൂര്യന്റെ ആധിക്യമുള്ള ഒരു സമയമാണ്. ചൂട് കൂടി നിൽക്കുന്നതായ ഒരു അവസ്ഥയുമാണ്. അതുപോലെ തന്നെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ഹൃദയത്തിന്റെ അവസ്ഥയാണ്. ഹൃദയത്തിന്റെ ഊർജം താപോർജമാണ്. ഹൃദയം കൂടുതൽ പ്രവർത്തനക്ഷമമാകുന്ന സമയം ഈ സമയത്താണ്. ഹൃദയത്തിന്റെ പ്രവർത്തനം എന്താണ്? ശുദ്ധമായ ബ്ലഡിനെ ധമനികളിലൂടെ ഒഴുക്കുകയും അതുപോലെ ഓക്സിജൻ കലരാത്ത രക്തത്തെ സിരകളിലൂടെ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ശരീരത്തിന്റെ ആവശ്യമുള്ള ഭാഗത്തിലേക്ക് നല്ല രക്തത്തെ എത്തിക്കുന്നത് ഹൃദയമാണ്. ശരീരത്തിന്റെ എല്ലാ ഓർഗനിലേക്കുമുള്ള രക്തം ഹൃദയം വഴി പമ്പ് ചെയ്യുന്നു. ഹൃദയം ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരവയവമാണ്. അതുപോലെ അടുത്ത സമയമാണ് ഉച്ചക്ക് 1 മണി മുതൽ 3 മണി വരെ. ഈ സമയത്ത് നമ്മുടെ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്ന സമയമാണ്. ചെറുകുടലിന്റെ പ്രവർത്തനം എന്താണ്? സ്റ്റൊമക്കിൽ നിന്നും കിട്ടുന്ന ഭക്ഷണത്തിന്റെ പൂർണ്ണ ദഹനം നടക്കുകയും അതിൽ നിന്ന് പോഷകങ്ങളെ വിഘടിപ്പിച്ച് വേർതിരിച്ച് രക്തത്തിലും ലിംഫിലേക്കുമായി പ്രവഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് ചെറുകുടലിന്റെ ധർമ്മം. ചെറുകുടൽ കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്ന സമയം ഇതായതുകൊണ്ട് തന്നെ ചെറുകുടലുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്താൻ അതിൻ്റെ സ്വന്തം അക്യുപഞ്ചർ പോയിന്റായ ഹൊററി പോയിന്റ് ഉപയോഗിക്കുന്നതിലൂടെ ചെറുകുടൽ സംബന്ധമായ ഏത് രോഗത്തെയും സുഖപ്പെടുത്താവുന്നതാണ്. അടുത്ത സമയമാണ് വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. ഈ സമയത്ത് നമ്മുടെ മൂത്രാശയം യൂറിനറി ബ്ലാഡർ കൂടുതൽ കരുത്താർജിക്കുന്ന സമയമാണ്. വാട്ടറിന്റെ ഇംബാലൻസ് മൂലമുള്ള ഏത് രോഗത്തെയും സുഖപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ സമയവും നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ ഊർജം കൂടുതൽ ക്രമീകരിക്കപ്പെടുന്ന സമയവുമാണ് വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. മൂത്രാശയത്തിന്റെ പ്രവർത്തനം എന്താണ്? ശരീരത്തിൽ നിന്നും പുറന്തള്ളേണ്ട ജലം സ്റ്റോർ ചെയ്യുകയും മൂത്രത്തെ സ്റ്റോർ ചെയ്യുകയും അത് അതിൻ്റെ നിറയുന്ന സമയത്ത് ഒരു കണക്കാവുമ്പോൾ അതിൻ്റെ സിഗ്നൽ ബ്രെയിനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇതാണ് മൂത്രാശയത്തിന്റെ പ്രവർത്തനം. ഇത് എലിമിനേഷൻ ചെയ്യുന്നതിലൂടെ ശരീരത്തിന് ശുദ്ധമായ ഒരവസ്ഥ വരികയും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ അടുത്ത സമയമാണ് വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ. ഈ സമയം കിഡ്നിയുടെ എനർജി കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്ന സമയമാണ്. കിഡ്നിയുടെ പ്രവർത്തനം എന്താണ്? ശരീരത്തിലെ ബ്ലഡിനെ ശുദ്ധീകരിക്കുകയും മാലിന്യങ്ങളെ മൂത്രാശയത്തിലേക്ക് പുറന്തള്ളുകയും ചെയ്യുക എന്നതാണ്. അടുത്ത സമയമാണ് രാത്രി 7 മണി മുതൽ 9 മണി വരെ. ഈ സമയത്ത് പെരിക്കാർഡിയം ആക്റ്റീവായി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് അറിയപ്പെടുന്നത്. അക്യുപഞ്ചറിൽ പെരിക്കാർഡിയത്തിന് പ്രത്യേകമായ എനർജി ചാനലുകളുണ്ട്. പെരിക്കാർഡിയത്തിന്റെ പ്രവർത്തനം എന്താണ്? ഹൃദയത്തിനെ സംരക്ഷിക്കലും അതിനെ നിയന്ത്രിക്കലുമാണ്. അടുത്ത സമയമാണ് രാത്രി 9-നും 11-നും ഇടയിലുള്ള സമയം. ഈ സമയത്ത് ട്രിപ്പിൾ ഹീറ്റർ ആക്റ്റീവായി നിൽക്കുന്ന സമയമാണ്. അക്യുപഞ്ചറിൽ പ്രതിപാദിക്കുന്ന ഒരു പ്രത്യേക ചാനലാണ് ട്രിപ്പിൾ ഹീറ്റർ. ഈ സമയത്ത് ട്രിപ്പിൾ വാർമറിന്റെ എനർജി കൂടുതലായി കാര്യക്ഷമമായി നിലനിൽക്കുന്നു. എന്താണ് ട്രിപ്പിൾ വാർമർ? നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി, അബ്ഡോമിനൽ ക്യാവിറ്റി ആൻഡ് പെൽവിക് ക്യാവിറ്റി, ഈ 3 ക്യാവിറ്റികൾക്കും വേണ്ട എനർജി ഈ 3 ഭാഗത്തേക്കും ഉള്ള എനർജിയെ പ്രവഹിക്കലാണ് ട്രിപ്പിൾ ഹീറ്റർ എന്ന ചാനലിന്റെ ധർമ്മം. അടുത്ത സമയം രാത്രി 11-നും 1-നും ഇടയിലാണ്. ഈ സമയത്താണ് ഗാൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്താശയം കൂടുതൽ എനർജറ്റിക് ആയി കാണപ്പെടുന്നത്. പിത്താശയത്തിൽ പിത്തരസം സ്റ്റോർ ചെയ്യപ്പെടുകയും നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയ കൊഴുപ്പിനെയും മറ്റും ദഹിപ്പിക്കാൻ അത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രി 1 മണി മുതൽ 3 മണി വരെയാണ് ലിവറിന്റെ സമയം. ലിവറിന്റെ ധർമ്മം എന്താണ്? ശരീരത്തിൽ അടങ്ങിയ എല്ലാ വിഷാംശങ്ങളെയും വലിച്ചെടുത്ത് പുറന്തള്ളുകയും അതുപോലെ കൊഴുപ്പുകളെയും മറ്റു കട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെയും ദഹിപ്പിക്കാൻ ആവശ്യമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ബൈൽ പ്രൊഡക്ഷൻ ലിവറിലാണ് നടത്തപ്പെടുന്നത്. ഇത് ചെറുകുടലിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നു. ഇങ്ങനെ ഈ അക്യുപഞ്ചറിൽ പ്രതിപാദിച്ച ഈ ഓർഗൻ ക്ലോക്ക് തിയറി പ്രകാരം പ്രത്യേക സമയങ്ങൾ പ്രത്യേക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം നിലനിർത്താവുന്നതാണ്. എന്തൊക്കെയാണ് കാര്യങ്ങൾ? രാവിലെ 7 മണി മുതൽ 9 മണി വരെ പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഏറ്റവും ഉത്തമമായ സമയമാണ്. അതുപോലെ രാത്രി 9-നും 3-നും ഇടയിൽ ഉറങ്ങാൻ ഏറ്റവും ഉത്തമമായ സമയമാണ്. അതുപോലെ പുലർച്ചെ 3-നും 5-നും ഇടയിൽ പ്രാർത്ഥനകൾക്ക് ഏറ്റവും ഉത്തമമായ സമയമാണ്.
രാവിലെ 5നും 7നും ഇടയിൽ നമ്മുടെ ശരീരത്തിലെ എലിമിനേഷന് കൂടുതൽ അനുയോജ്യപ്രദമായ സമയമാണ്. അക്യുപഞ്ചർ പ്രകാരം പ്രതിപാദിക്കുന്ന ഓർഗൻ ക്ലോക്ക് തിയറിയെ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഓർഗൻ ക്ലോക്ക് തിയറി പ്രകാരം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. രാവിലെ 3നും 5നും ഇടയിൽ എണീറ്റ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ എനർജി ബൂസ്റ്റായി വരുന്നത് കാണാവുന്നതാണ്. അതുപോലെ രാവിലെ 3നും 5നും ഇടയിൽ എണീക്കുന്ന ഒരാളുടെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയം കൂടുതൽ ആക്റ്റീവായി നിലനിർത്താനും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ എനർജറ്റിക്കായി മാറ്റുവാനും സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിശക്കുമ്പോൾ 7നും 9നും ഇടയിലുള്ള വിശപ്പിനനുസരിച്ച് പ്രഭാത ഭക്ഷണത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ ആ പ്രഭാത ഭക്ഷണം കൊണ്ട് നമുക്ക് കൂടുതൽ ആരോഗ്യവും കൂടുതൽ ഉന്മേഷവും കിട്ടുന്നത് കാണാവുന്നതാണ്. അതേപോലെ രാത്രി നേരത്തെ ഉറങ്ങുന്നതിലൂടെ 9 മണി മുതൽ 3 മണി വരെ ഉറക്കം സ്ഥിരമായി കിട്ടുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുന്നതും ഉന്മേഷം വർദ്ധിക്കുന്നതും കാണാവുന്നതാണ്. ഈ ഓർഗൻ ക്ലോക്ക് തിയറി പ്രകാരം ഈ സമയത്ത് നമ്മുടെ ആന്തരിക അവയവങ്ങളിലോ ബാഹ്യാവയവങ്ങളിലോ കൂടുതൽ രോഗങ്ങൾ പ്രകടമായി കാണുമ്പോൾ അത് ആ അവയവവുമായി ബന്ധപ്പെട്ട രോഗമാണെന്നും അതിനെ ആ സമയത്ത് ആ ഓർഗനിൽ കൂടുതൽ എനർജി വരുമ്പോൾ പുറത്ത് പ്രകടിപ്പിച്ച് കാണിക്കുന്നതാണെന്നും മനസ്സിലാക്കാവുന്നതാണ്. ഉദാഹരണം, ആസ്മ പേഷ്യന്റുകളിലൊക്കെ രാവിലെ വെളുപ്പോടെ അടുക്കുമ്പോൾ ഈ 3നും 5നും ഇടയിലൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതിനർത്ഥം ലങ്സുമായി ബന്ധപ്പെട്ട എനർജി കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളും കൂടുതൽ പ്രകടമായി കാണാവുന്നതാണ്. ഇതേപോലെ തന്നെ മറ്റ് അവയവങ്ങളുടെ കാര്യങ്ങളും. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ രോഗനിർണയം നടത്താവുന്നതും ചികിത്സിക്കാവുന്നതും അതിൻ്റെതായ ഓർഗനിന്റെ ഹൊററി പോയിന്റ് ആ സമയത്ത് കൊടുത്തുകൊണ്ട് ആ രോഗത്തെ സുഖപ്പെടുത്തി ആ ഓർഗനുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തി എടുക്കാവുന്നതുമാണ്.